ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അംശബന്ധം എന്ന് പറഞ്ഞ 6ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 92 4ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 1 മുതൽ 3 വരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണാം. അപ്പോൾ നോക്കൂ, 4ാമത്തെ ക്വസ്റ്റ്യനാണ് ഇനി നമ്മൾ നോക്കുന്നത്. 9 സെൻറ്റിമീറ്റർ നീളത്തിൽ AB എന്നൊരു വര വരയ്ക്കുക. ഇതിൽ P എന്ന കുത്തിടണം. AP, PB എന്നിവയുടെ നീളങ്ങൾ 1:2 എന്ന അംശബന്ധത്തിലായിരിക്കണം. എയിൽ നിന്ന് എത്ര അകലെയാണ് P അടയാളപ്പെടുത്തേണ്ടത്, അതുപോലെ കണക്ക് കൂട്ടി അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, നമ്മളോട് AB എന്ന് പറഞ്ഞൊരു വര വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് 9 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അതിൽ P എന്ന ഒരു കുത്തിടണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അത് എത്രയാണ് അളവ് പറഞ്ഞിട്ടുള്ളത്? APയും PBയും 1:2 എന്നുള്ള അംശബന്ധത്തിലായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എത്രയാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം നമ്മൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ നോക്കൂ, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? AB 9 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അംശബന്ധം AP, PB എന്നുള്ള അതിൻ്റെ നീളത്തിൻ്റെ അംശബന്ധം എത്രയാണ്? 1:2 ആണ് അല്ലേ. ഇനി നമ്മൾ APൻ്റെയും PBൻ്റെയും നീളം കാണാൻ എന്താ ചെയ്യേണ്ടത്? ആദ്യം അംശബന്ധങ്ങളിലുള്ള ആ സംഖ്യകൾ കൂട്ടുക, അതായത് 1ഉം 2ഉം കൂടിയും കൂട്ടുക. അപ്പോൾ എത്രയാണ്? 3 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 3 എന്നുള്ളതിനെ 9 ആക്കാൻ 3ൻ്റെ എത്ര മടങ്ങാണ് 9 നോക്കുക. അതായത് 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. 9 ഹരിക്കണം 3 കാണാം അല്ലേ. 9ൽ എത്ര 3 ആണുള്ളത്? 3 അല്ലേ. 3 3 9 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. 3ൻ്റെ 3 മടങ്ങാണ് 9. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ അംശബന്ധത്തിലുള്ള ഓരോ സംഖ്യനെയും, അതായത് 1നെയും 3 കൊണ്ട് ഗുണിക്കുക, 2നെയും 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ AP എന്ന് പറയുന്നത് 1നെ 3 കൊണ്ട് ഗുണിച്ചതാണ്. PB എന്ന് പറഞ്ഞത് 2നെ 3 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? AP എന്ന് പറഞ്ഞത് 1×3 എന്ന് പറഞ്ഞാൽ 3 ആണ്. PB എന്ന് പറയുന്നതോ 2×3 അല്ലേ, അതായത് 6 ആണ്. അപ്പോൾ 3 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററുമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ആ AB എന്ന് പറഞ്ഞ ഒരു വര വരയ്ക്കുക, എന്നിട്ട് അതിൽ P എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ അടയാളപ്പെടുത്തേണ്ടത് നോക്കുക അല്ലേ. അതായത് ആ P എന്ന് പറഞ്ഞത് എവിടെയായിരിക്കും? പിന്നെ Aയിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കും P വരുന്നത്. അപ്പോഴല്ലേ AP 3 സെൻറ്റിമീറ്ററും PB 6 സെൻറ്റിമീറ്ററും ആവുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ AB എന്ന് പറഞ്ഞ ഒരു വര 9 സെൻറ്റിമീറ്ററിൽ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു P എന്ന് പറഞ്ഞ ഒരു പോയിന്റ് 3 സെൻറ്റിമീറ്റർ അകലത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എയിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലത്തിൽ P എന്ന് പറഞ്ഞ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നോക്കൂ, AP എന്ന് പറഞ്ഞത് 3 സെൻറ്റിമീറ്ററും PB എന്ന് പറഞ്ഞത് 6 സെൻറ്റിമീറ്ററും ആവും അല്ലേ. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്താണ്? 1:2 എന്ന് പറഞ്ഞാൽ ആ ഒരു അംശബന്ധത്തിലാണ് അതിനെ നമ്മൾ വിഭജിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ. അതായത് ആ റേഷ്യോ തന്നിട്ടുള്ള അംശബന്ധം തന്നിട്ടുള്ള 1നെയും 2നെയും കൂടിയും കൂട്ടി അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടി. ആ 3 എന്നുള്ളത് 9ൻ്റെ 3ൻ്റെ എത്ര മടങ്ങാണ് 9 നോക്കുക. 3ൻ്റെ എത്ര മടങ്ങാണ് 9? അത് കാണാൻ വേണ്ടിയിട്ട് 9നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 3 മടങ്ങാണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 3 കിട്ടി. ആ 3 കൊണ്ട് നമുക്ക് 1നെയും ഗുണിക്കുക, പിന്നെന്താ 2നെയും ഗുണിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പിന്നെ 3ഉം 6ഉം കിട്ടില്ലേ. AP PBയും കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് ആ ലൈന് വരയ്ക്കാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 15 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരയ്ക്കുക. ഇതിനെ 2:3 എന്ന അംശബന്ധത്തിൽ ഭാഗിക്കുന്ന ബിന്ദു ഇതിൽ അടയാളപ്പെടുത്തണം. നീളങ്ങൾ കണക്കാക്കി ബിന്ദു അടയാളപ്പെടുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, നേരത്തെ ചെയ്ത പോലെ തന്നെ വരയ്ക്കുന്നതിന് മുമ്പ് നമ്മളത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. വരയുടെ നീളം തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ അംശബന്ധം 2:3 ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 2ഉം 3ഉം കൂടിയും കൂട്ടിയിട്ട് ഇതിൻ്റെ എത്ര മടങ്ങാണ് 15 നോക്കണം അല്ലേ. ഇപ്പോൾ 2ഉം 3ഉം കൂടിയും കൂട്ടിയാൽ എത്രയാണ്? 5 ആണ്. 5ൻ്റെ എത്ര മടങ്ങാണ് 15 എന്ന് പറയുന്നത്? അത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 15നെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. 15നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3 എന്ന് കിട്ടും. അപ്പോൾ 5ൻ്റെ 3 മടങ്ങാണ് 15 എന്ന് പറയുന്നത്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ ആ ഒരു വരൻ്റെ ആദ്യ ഭാഗം കിട്ടും. പിന്നെ 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ രണ്ടാമത്തെ ഭാഗം കിട്ടും. നമുക്ക് ആദ്യ ഭാഗം തന്നെ കിട്ടിയാലും മതിയില്ലേ, നമുക്കത് വരയ്ക്കാൻ കഴിയും. എത്രയാണ്? 2×3 കാണാം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 6 എന്ന് കിട്ടില്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്ററിൽ ഒരു വര വരച്ചിട്ട് അതിൽ 6 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ആദ്യത്തെ ആ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ആ വരയെ 2ആയിട്ട് ഭാഗിക്കുമ്പോൾ ആദ്യ ഭാഗം എന്ന് പറഞ്ഞത് ആ 2×3 അല്ലേ. 2 എന്ന് പറഞ്ഞാൽ അംശബന്ധം തന്നിട്ടില്ലേ, 2:3 എന്നുള്ള ഇത്ത 2ഉം പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചില്ലേ 15നെ 5 കൊണ്ട് ഹരിച്ചുകൊണ്ട് ആ 3ഉം കൂടിയാണ് ഗുണിക്കുന്നത്. 2×3 എത്രയാണ്? 6 എന്ന് കിട്ടൂലേ. അപ്പോൾ 6 സെൻറ്റിമീറ്റർ ആണ്. രണ്ടാം ഭാഗം അപ്പോൾ എത്രയായിരിക്കും? 15ന്ന് 6 കുറച്ചത് അല്ലേ. അപ്പോൾ 9 ആണ്. ഇനി അതല്ലെങ്കിൽ എങ്ങനെ കാണാം? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ആ 3ഉം ആ റേഷ്യോയിലുള്ള ആ അംശബന്ധത്തിലുള്ള 3ഉം കൂടെ ഗുണിക്കുക അല്ലേ. അപ്പോൾ 3×3 9 സെൻറ്റിമീറ്റർ എന്നും കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 15 സെൻറ്റിമീറ്ററിൽ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് ഒരു വര വരച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 6 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു കുത്തിട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ മറ്റേ ഭാഗം എത്രയായിരിക്കും?
9 സെൻറ്റിമീറ്ററും ആയിരിക്കും. അപ്പോൾ എന്തായി ആ ഒരു വരൻ്റെ 2:3 എന്നുള്ള ആ ഒരു അംശബന്ധത്തിൽ നമ്മളത് ഭാഗിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 30 സെൻറ്റിമീറ്റർ ചുറ്റളവും വശങ്ങളുടെ നീളം 1:2 എന്ന അംശബന്ധത്തിലും ആയ ചതുരം വരയ്ക്കുക. എന്നിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതേ ചുറ്റളവിൽ വശങ്ങളുടെ നീളം 2:3, 3:7 എന്നീ അംശബന്ധങ്ങളിൽ ആയ മറ്റ് 2 ചതുരങ്ങൾ കൂടി വരയ്ക്കുക. അതുപോലെ 3 ചതുരങ്ങളുടെയും പരപ്പളവുകൾ കണക്കാക്കുക. ഏത് ചതുരത്തിനാണ് പരപ്പളവ് ഏറ്റവും കൂടുതൽ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. വശങ്ങളുടെ നീളത്തിൻ്റെ അംശബന്ധം എത്രയാണ് തന്നിട്ടുണ്ടല്ലോ, എത്രയാണ് 1:2 ആണെന്നും തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എങ്ങനെയൊക്കെയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ 1ഉം 2ഉം കൂടിയും കൂട്ടുക അല്ലേ? 1ഉം 2ഉം കൂടിയും കൂട്ടിയാൽ എത്രയാണ് 3 എന്ന് കിട്ടും. ഇനി നോക്കൂ, ആ 3നെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? എന്തുകൊണ്ടാണ്? ആ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ നീളം വീതിയും കൂടിയും കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഗുണിച്ചതല്ലേ? അപ്പോൾ ആ 3നെ നമ്മൾ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6 എന്ന് കിട്ടും അല്ലേ? ഇനി ആ 6ൻ്റെ എത്ര മടങ്ങാണ് 30 എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കാണാം? 30നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 5 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ 5 മടങ്ങാണ്, 6ൻ്റെ 5 മടങ്ങാണ് 30 എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ അംശബന്ധത്തിലുള്ള 1ൻ്റെയും 5 മടങ്ങ് കാണണം, 2ൻ്റെയും 5 മടങ്ങ് കാണണം. അപ്പോൾ എത്ര കിട്ടുക? 1 × 5 എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ കിട്ടും. 2 × 5 എന്ന് പറഞ്ഞാൽ 10 സെൻറ്റിമീറ്ററും കിട്ടും. അതിനുശേഷം നമ്മൾ 5 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ നീളം വരുന്ന രീതിയിൽ നമുക്കൊരു ചതുരം വരച്ചു കൊടുക്കണം. ഓക്കെ ആണല്ലോ? ഇനി നമുക്കതിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? 2:3 എന്ന് പറഞ്ഞ ആ ഒരു അംശബന്ധത്തിലും 3:7 എന്ന് പറഞ്ഞ അംശബന്ധത്തിലും മറ്റ് 2 ചതുരങ്ങൾ കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ചുറ്റളവ് അതേ ചുറ്റളവ് തന്നെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് കാണുക? നോക്കൂ, അപ്പോൾ നമ്മൾ ആ ചെയ്തിട്ടുള്ളതിലൊക്കെ ചെറിയൊരു മാറ്റം വരുത്താണ്ട് അല്ലേ? ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വശങ്ങളുടെ നീളങ്ങളുടെ അംശബന്ധമാണ് മാറിയിട്ടുള്ളത്. എത്രയാണ്? 2:3 ആയിട്ടുണ്ട്. 2:3 എന്ന് പറയുമ്പോൾ ആ 2ഉം 3ഉം കൂടിയും കൂട്ടുക. അപ്പോൾ 5 എന്ന് കിട്ടും. ഇനി അത് ചുറ്റളവായതുകൊണ്ട് തന്നെ നമുക്ക് നീളവും വീതി മാത്രമല്ലേ ഇത് തന്നിട്ടുള്ളൂ. 2 × നീളം + വീതിയല്ലേ ചുറ്റളവ് എന്ന് പറയുന്നത്. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞത് എന്താണ്? 2 × നീളം + വീതിയാണ്. ഇവിടെ ഇപ്പോൾ നീളം + വീതിയാണ് നമ്മൾ 5 എന്ന് കണ്ടത്. അപ്പോൾ 2 × അത് കാണണം. അപ്പോൾ 5 × 2 എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടും അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? 10ൻ്റെ എത്ര മടങ്ങാണ് 30 എന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 30നെ 10 കൊണ്ട് ഹരിക്കുക. 30 ഹരിക്കണം 10 എന്ന് പറയുമ്പോൾ 3 എന്ന് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ആ ചതുരത്തിൻ്റെ നീളവും വീതിയും കിട്ടും അല്ലേ? എങ്ങനെയാണ്? 3നെ ആ അംശബന്ധത്തിൽ തന്നിട്ടുള്ള 2 കൊണ്ട് ഗുണിച്ചാൽ ഒരു വശം കിട്ടും, 3 കൊണ്ട് ഗുണിച്ചാൽ വേറൊരു വശവും കിട്ടും. അപ്പോൾ വീതി നമുക്ക് എന്ത് കൊടുക്കാം? 2 × 3 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നീളോ 3 × 3 അല്ലേ? അപ്പോൾ 9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മൾ 6 സെൻറ്റിമീറ്റർ വീതിയും പിന്നെ 9 സെൻറ്റിമീറ്റർ നീളം വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചതുരം വരക്കണം. ചതുരം വരക്കാൻ എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ ആ ഒരളവിൽ നമ്മളൊരു ചതുരം കൂടി വരച്ചു കൊടുക്കുക. ഇനി അടുത്തത് എന്താണ്? 3:7 എന്നുള്ള അംശബന്ധത്തിലാണ് വരക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതെങ്ങനെ ചെയ്യാം? അപ്പോൾ നോക്കൂ, നേരത്തെ ചെയ്ത പോലെ തന്നെ ചുറ്റളവ് 30 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. അതുപോലെ വശങ്ങളുടെ നീളങ്ങളുടെ അംശബന്ധം എന്ന് പറഞ്ഞത് 3:7 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ആ 3ഉം 7ഉം കൂടിയും കൂട്ടുക. അപ്പോൾ 10 എന്ന് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? ചുറ്റളവായതുകൊണ്ട് തന്നെ നമുക്കറിയാം നീളം + വീതിനെ 2 കൊണ്ട് ഗുണിച്ചതാണ് ചുറ്റളവ്. അപ്പോൾ നമ്മൾ ആ 10നെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 20 എന്ന് കിട്ടും അല്ലേ? 2 × 10 എന്ന് പറയുമ്പോൾ 20 എന്ന് കിട്ടും. ഇനി ആ 20ൻ്റെ എത്ര മടങ്ങാണ് 30 എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, 20ൻ്റെ എത്ര മടങ്ങാണ് എന്ന് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 30നെ 20 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. 30നെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.5 എന്ന് കിട്ടും അല്ലേ? നമുക്കറിയുന്ന കാര്യമല്ലേ? 30നെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ 1.5 അല്ലേ? ക്രിയ ചെയ്ത് കാണിക്കണമെന്ന് കുറേ കൂട്ടുകാർ പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ഹരണം ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, 30നെ 20 കൊണ്ട് ഹരിക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ കള്ളി വരച്ചിട്ട് നമുക്കൊന്ന് എഴുതി കൊടുക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 30ൽ എത്ര 20 ഉണ്ട് നോക്കുക. 30ൽ എത്ര 20 ഉണ്ട്? ഒരു 20 അല്ലേ ഉള്ളൂ. 2 20 ആകുമ്പോഴത്തേന് 40 ആവും അല്ലേ? അപ്പോൾ 30ൻ്റെ മേലെയാവും. അപ്പോൾ ഒരു 20 ആണുള്ളത്. അപ്പോൾ നമ്മൾ മുകളിൽ എന്ത് എഴുതുക? 1 എന്ന് എഴുതി കൊടുക്കണം ആദ്യം. ഇനി എന്ത് ചെയ്യുക? 1നെ 20 കൊണ്ട് ഗുണിക്കുക. ഒരു 20 20 ആണ് അല്ലേ? അത് നമ്മൾ ആ 30ൻ്റെ താഴെ എഴുതി കൊടുക്കണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ താഴെ ഒരു വര വരച്ചിട്ട് 30ൽ നിന്ന് 20 കുറച്ചിട്ട് എഴുതുക. 30ൽ നിന്ന് 20 കുറക്കുമ്പോൾ എത്രയാണ്? 10 അല്ലേ കിട്ടുന്നത്? അപ്പോൾ താഴെ നമുക്ക് 10 എന്ന് എഴുതി വെക്കാം. ഇനി ആ 10ൽ 20 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ 30ൻ്റെ അടുത്ത് പോയിൻ്റ് ഇട്ടിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ സംഖ്യ മാറുന്നൊന്നുമില്ല അല്ലേ? പോയിൻ്റ് ഇട്ടിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ അത് താഴേക്ക് ആ 0 ഇറക്കി എഴുതുക. അപ്പോൾ അവിടെ എത്ര ആവും? ആ 10 എന്നുള്ളത് 100 മാറും. 100ൽ എത്ര 20 ഉണ്ട് നോക്കുക. 100ൽ എത്ര 20 ഉള്ളത്? 5 20 അല്ലേ 100? അപ്പോൾ നമ്മൾ മുകളിൽ ആ 1ൻ്റെ അടുത്ത് ഒരു പോയിൻ്റ് ഇട്ടിട്ട് നമ്മൾ അവിടെ 5 എന്ന് എഴുതി കൊടുക്കണം. ഓക്കെ ആണല്ലോ? അതിന് ശേഷം നമ്മൾ ആ 5നെ 20 കൊണ്ട് ഗുണിക്കുക. 5 20 എത്രയാണ്? 100 അല്ലേ? അപ്പോൾ 5 20 100 എന്നുള്ളത് താഴെ ആ 100ൻ്റെ താഴെയായിട്ട് എഴുതണം.
ഇനി ആ 100 100 കുറക്കുക. അപ്പോൾ എത്രയാണ്? 0 എന്ന് കിട്ടൂലേ. അപ്പോൾ ശിഷ്ടം 0ആണ്. ഹരണഫലം എത്രയാണ്? ആൻസർ എത്ര കിട്ടിയത്? 1.5 ആണല്ലേ. 30നെ 20 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 1.5 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 30നെ 20 കൊണ്ട് ഹരിച്ചു 1.5 എന്ന് കിട്ടി. ഇനി നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഓരോ വശം കാണാനും എന്ത് ചെയ്താൽ മതി? പിന്നെ അംശബന്ധത്തിൽ തന്നിട്ടുള്ള 3നെയും 1.5 കൊണ്ട് ഗുണിക്കുക, 7നെയും 1.5 കൊണ്ട് ഗുണിക്കുക. 3നെ 1.5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 3നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ്? 45 അല്ലേ. 45 എന്ന് എഴുതിയിട്ട് ആ ഒരു സ്ഥാനം മാറ്റിയിട്ട് കുത്തിട്ട് കൊടുക്കുക അല്ലേ. ആ ചോദ്യത്തിലുള്ള ആ 1.5 എന്നുള്ളതിലുള്ള ആ ഒരു സ്ഥാനം മാറ്റിയിട്ട് ഉത്തരത്തിലും കുത്തിട്ട് കൊടുക്കണം. അപ്പോൾ 4.5 ആവും. 45 എന്നുള്ളത് എന്തായിട്ട് മാറും? 4.5 സെൻറ്റിമീറ്റർ എന്നായിട്ട് മാറും. അതുപോലെ 7നെയും 1.5 കൊണ്ട് തന്നെയാണ് നമ്മൾ ഗുണിക്കേണ്ടത്. 7നെ 1.5 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുക? 7നെ 15 കൊണ്ട് ഗുണിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ഒരു സ്ഥാനം മാറ്റിയിട്ട് കുത്തിട്ട് കൊടുത്താൽ മതി. 7നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ 105 എന്ന് കിട്ടും. ഒരു സ്ഥാനം മാറ്റിയിട്ട് കുത്തിട്ട് കൊടുത്താൽ എത്രയായി? 10.5 എന്നായില്ലേ. അപ്പോൾ 10.5 സെൻറ്റിമീറ്ററും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു അളവിൽ നമ്മളൊരു ചതുരം വരക്കണം അല്ലേ. എന്താണ് അളവ്? ഒരു വശം 4.5 സെൻറ്റിമീറ്റർ ആണ്, മറ്റേ വശം 10.5 സെൻറ്റിമീറ്റർ ആണ്. ആ ഒരു അളവിൽ നമുക്കൊരു ചതുരം വരച്ചു കൊടുക്കണം. ഇനി നോക്കൂ, ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 3 ചതുരങ്ങളുടെയും പരപ്പളവുകൾ കണക്കാക്കുക. ഏത് ചതുരത്തിനാണ് പരപ്പളവ് ഏറ്റവും കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ചതുരത്തിൽ നീളം എന്ന് പറഞ്ഞത് 10 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ. വീതി 5 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് കാണാൻ എന്താ ചെയ്യുക? നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ് എന്ന് പറഞ്ഞത്. നീളം 10ഉം വീതി 5ഉം ആണെങ്കിൽ 10 × 5, അപ്പോൾ 50 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ഇനി രണ്ടാമത്തെ ചതുരത്തിൻ്റെ എത്രയായിരുന്നു? ഇനി രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളം എത്രയായിരുന്നു? 9 സെൻറ്റിമീറ്റർ ആയിരുന്നു അല്ലേ. അതുപോലെ വീതിയോ 6 സെൻറ്റിമീറ്ററും ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് കാണാൻ നീളം ഇൻറ്റു വീതിയാണ് നമുക്കറിയാം. നീളം ഇൻറ്റു വീതി എത്രയാണ്? 9 × 6. 9 × 6 എന്ന് പറയുമ്പോൾ 36 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 36 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് രണ്ടാമത്തെ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചതുരത്തിൻ്റെത് എങ്ങനെയാണ്? നീളം 10.5 സെൻറ്റിമീറ്റർ ആണ്, വീതി 4.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പരപ്പളവ് എത്രയാണ്? നീളം ഇൻറ്റു വീതി എന്ന് പറയുമ്പോൾ 10.5 × 4.5 ആണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ 10.5നെ 4.5 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? 105നെ 45 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 105നെ 45 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 4725 എന്ന് കിട്ടും അല്ലേ. അല്ലെ 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ എത്രയാ? 47.25 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. പിന്നെ പരപ്പളവിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 47.25 ചതുരശ്ര സെൻറ്റിമീറ്റർ നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? പരപ്പളവ് ഏറ്റവും കൂടുതൽ ഏതിനാന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഒന്നാമത്തെ ചതുരത്തിന് 50 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്, രണ്ടാമത്തിന് 36 ആണ്, മൂന്നാമത്തിന് 47.25 ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? 50 ചതുരശ്ര സെൻറ്റിമീറ്റർ ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചതുരാണ് ഏറ്റവും കൂടുതൽ പരപ്പളവ് കിട്ടുന്നത്. ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.